ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്തകൾ. ഭർതൃഗൃഹത്തിൽ ഭാര്യയെ ഭർത്താവ് ആസിഡ് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചതായി പരാതി. പിറവന്തൂർ സ്വദേശിനിക്കാണ് പൊള്ളലേറ്റത്. വികലാംഗ യുവതിക്ക് അയൽവാസിയുടെ മാനസിക പീഡനം. കുടിവെള്ളം പോലും മുട്ടിക്കുമെന്ന് ഭീഷണി. യുദ്ധസ്മരണകൾ ഉണർത്തി പ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് തുടക്കം. യോദ്ധാക്കളെ കാത്ത് പടനിലങ്ങൾ. വാർത്തകൾ വിശദമായി. ഭർത്തഗൃഹത്തിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ ആസിഡ് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചതായി പരാതി. പിറവന്തൂർ ധന്യാഭവനിൽ ധന്യാകൃഷ്ണൻ നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത്. ഭർത്താവ് ബിനുകുമാർ ഒളിവിലാണ്. സ്ത്രീധനം അന്ന് 20 പവനോ 50,000 രൂപയാണ് കൊടുത്തത്. അവർക്കത് പോരാന്ന് പറഞ്ഞിട്ട് അന്ന് മുതലേ പ്രശ്നങ്ങളായി വഴക്കായി. അമ്മയ്ക്കാ അത് പ്രധാനം. അവർക്ക് അവരുടെ മോൻ അത്രയും കിട്ടിയാൽ പോരാന്നുള്ളൊരു ഇതുകൊണ്ട് അവർക്ക് പിന്നെയും പൈസ വേണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിരന്തരം നേരത്തെ ഇതിലെ കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ. അന്നൊക്കെ നമ്മളിത് പോട്ടെ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ശരിക്കും ഇവിടെ പോലും എൻ്റെ വീട്ടിൽ പോലും ഞാൻ അറിയിച്ചിട്ടില്ല. അന്നൊക്കെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ അവിടെ വഴക്കുണ്ടായിരുന്നു, അടിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എല്ലാം വിളിച്ച് പറയുന്നതൊക്കെ. കാരണം വെച്ചാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് 2 മാസം കൊണ്ട് ഞാൻ വെക്കേഷൻ ടൈമിൽ ഇവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 4ാമത്തെ ദിവസം തോന്നുന്നു കുഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നപ്പോൾ കുഞ്ഞ് അവിടെ വരുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ, നിനക്ക് എന്തിൻ്റെ സുഖം, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞ് രാത്രി ഉറങ്ങി ഉണർന്ന് കഴിയുമ്പോൾ പിന്നെ അമ്മയെ കാണാൻ വേണ്ടി രാത്രി കരയും. ഒരു ആട്ടപ്പാതിരായ്ക്ക് പിന്നെ കുഞ്ഞിനെ എടുക്കാൻ പോകണ്ട, അപ്പോൾ എടുത്തുകൊണ്ട് തന്നെയല്ല, കുഞ്ഞില്ലാതെ എനിക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിപ്പോൾ മുറ്റത്ത് ഇറങ്ങിയിരിക്കും, എനിക്ക് കുഞ്ഞില്ലാതെ കിടക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞാൽ അത് പറ്റത്തില്ല, നീ മുറ്റത്ത് ഇറങ്ങിയിരിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കുഴത്തിന് കുത്തി. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങൾ അന്നേരം ആ ഈ അടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിയൊരു പട്ടിയിൽ പോലെ സാധനം എടുത്ത് അടിക്കുമായിരുന്നു. വഴക്കുണ്ടാക്കി അന്നേരം ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അതേ ഉള്ളു വിഷയം. ഇതിനെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് പറ്റത്തില്ലെന്നും പറഞ്ഞുണ്ടായി കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിക്കുക. വലിയൊരു പട്ടീൻ്റെ പോലത്തെ വേറെ എന്തോ ഒരു വലിയ കമ്പെടുത്ത് വെച്ച് അടിക്കുമായിരുന്നു. അടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ബെഡ്റൂമിൽ കാണിച്ച് തലയൊക്കെ അപ്പഴത്തേന് പൊട്ടി ചോര എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ ബെഡ്റൂമിലോട്ട് ഓടിക്കേറിയത്. അവിടെ കയറിയപ്പോൾ അച്ഛന് വന്ന് പിടിച്ചെങ്കിലും ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അച്ഛൻ പാവമാണ്. എന്നിട്ട് അച്ഛൻ വന്ന് പിടിച്ചെങ്കിലും അച്ഛനെ പിടിച്ച് തള്ളിയിട്ടാ പിന്നെ അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ വെച്ചാൽ അടിയെല്ലാം കഴിഞ്ഞ് പോയതായിരിക്കും. പട്ടിയെ വെച്ച് അടിച്ചത് പുറത്തോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ വെച്ചാൽ അടിയെല്ലാം കഴിഞ്ഞിട്ട് പോയതായിരിക്കും. പോയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ആസിഡും കൊണ്ട് കയറി വരുന്നത് മുഖത്തൂടെ ഒഴിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. മുഖത്തൊഴിക്കാൻ കൊണ്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ ചെള്ളയ്ക്കും ഇങ്ങനെ ഞാനപ്പോൾ പെട്ടെന്ന് തട്ടി. ഇതാന്ന് കണ്ടുകൊണ്ട് പെട്ടെന്ന് തട്ടിയപ്പം ഇങ്ങനെ ചെള്ളയ്ക്കത്തേക്ക് ഇപ്പോൾ ഒത്തിരി അങ്ങ് ഇളകിപ്പോയി. അതും ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തിൽ ഇവിടോട്ട് നല്ലതായിട്ട് അങ്ങ് വീണതുകൊണ്ട് അവിടെ ഇത്രയും അങ്ങ് പൊള്ളിയത്. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അവിടുന്ന് പോരാനെ കൊണ്ട് അമ്മ വിളിച്ച് പറഞ്ഞിട്ട് പോരാനെ കൊണ്ട് ഇറങ്ങിയപ്പോൾ റോഡിലിട്ട് പിന്നെ അടിയായിരുന്നു. അടിയെന്ന് പറയുമ്പോൾ അടി ഇടിയും അപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പോരുന്നതിനായിരിക്കും. പിറവന്തൂർ ധന്യാഭവനിൽ ധന്യാകൃഷ്ണനാണ് ആക്രമണത്തിനിരയായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. യുവതിയുടെ ഭർത്താവ് ചെങ്ങന്നൂർ മനൂമംഗലത്തിൽ ബിനുകുമാർ ചൊവ്വാഴ്ച രാത്രി സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും ധന്യയുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കുകയുമായിരുന്നു. ആസിഡ് മുഖത്തൊഴിക്കാനാണ് ശ്രമിച്ചത്. അത് തടഞ്ഞപ്പോഴാണ് ദേഹത്ത് വീണത്. യുവതിയുടെ ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തിന് ശേഷം യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും തയ്യാറായില്ല. അടുത്ത ദിവസം യുവതിയുടെ മാതാവ് ചെങ്ങന്നൂരിലെത്തി യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോഴും ബിനുകുമാർ മർദ്ദിച്ചതായി യുവതി പറഞ്ഞു. വിറകു കഷ്ണം കൊണ്ടായിരുന്നു മർദ്ദനം. ഇതിനുശേഷം യുവതി ആശുപത്രിയിലെത്തുകയും ബിനുകുമാറിനെതിരെ പരാതി നൽകുകയുമായിരുന്നു. പരാതി നൽകിയ വിവരം അറിഞ്ഞതോടെ ബിനുകുമാർ ഒളിവിലാണ്. ബിനുകുമാറിന്റെയും ധന്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തിലേറെയായി. 9ഉം 5ഉം വയസ്സ് വീതമുള്ള 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. വിവാഹത്തിന് യുവതിയുടെ വീട്ടുകാർ 20,000 രൂപയും 50 പവനും സ്ത്രീധനമായി നൽകിയിരുന്നു. കൂടുതൽ തുക വേണമെന്നാവശ്യപ്പെട്ട് യുവതിയെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പീഡനം സഹിക്കാനാവാതെ യുവതി സ്വന്തം വീട്ടിൽ വന്ന് 1 വർഷത്തോളം നിന്ന സംഭവമുണ്ടായി. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ലൈവ് വാർത്ത പുനലൂർ. UDF നേതൃത്വത്തിൽ പുനലൂരിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MP പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. 2016-17 തന്നെ ഒക്ടോബർ മാസം 2-ാം തീയതി ബവറേജസ് കോർപ്പറേഷന്റെ 10% ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടേണ്ട സ്ഥലത്ത്
കൂടുതൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ആ ഗവൺമെന്റ് സ്വീകരിച്ചത്. അപ്പോൾ തന്നെ LDF ഗവൺമെന്റിന്റെ മദ്യനയം എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ സൂചന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മദ്യനയം പൊളിച്ചെഴുതുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മദ്യനിരോധന നയം നടപ്പാക്കിയപ്പോൾ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രചണ്ഡമായി പ്രചരണം നടത്തിയത്, KPSC ലളിത ഉപയോഗിച്ച് പ്രചരണം നടത്തിയത്, ബാറുകൾ പൂട്ടുമെന്ന് വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി എന്നായിരുന്നു KPSC ലളിത ഉപയോഗിച്ച് LDF വന്നാൽ എല്ലാം ശരിയാകും, മദ്യനിരോധനം പൂർണ്ണമായും നടപ്പാക്കുമെന്ന് പ്രചരണം നടത്തിയത്. CPMന്റെ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് UDF ഗവൺമെന്റ് അടച്ചുപൂട്ടിയ ഒരു ബാറും തുറക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സീതാറാം യെച്ചൂരി നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ തയ്യാറായത്. UDF നേതൃത്വത്തിൽ പുനലൂരിൽ നടന്ന ജനകീയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. UDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകളൊന്നും തുറക്കില്ലെന്ന CPM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രഖ്യാപനം വോട്ടർമാരെ കബളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എവിടെയും യഥേഷ്ടം മദ്യഷാപ്പുകൾ ആരംഭിക്കാൻ സർക്കാരിന് അവകാശം നൽകുന്ന പുതിയ നയം ആപൽക്കരമാണെന്നും NK പ്രേമേന്ദ്രൻ ആരോപിച്ചു. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി അധികാരം നിലനിർത്താനാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത്. ഗോസംരക്ഷണവും കശാപ്പു നിയന്ത്രണവും ഉയർത്തി ഭൂരിപക്ഷ വർഗീയത വളർത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ UDF നേതാക്കളായ പുനലൂർ മധു, ഭാരതീപുരം ശശി, S താജുദ്ദീൻ, അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ, K ശശിധരൻ, M നാസർ ഖാൻ, എബ്രഹാം ജോർജ്, കൈപ്പള്ളിൽ മാധവൻകുട്ടി, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ വിതരണം പുനരാരംഭിച്ചു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്നാണ് ഉണ്ണിയപ്പത്തിന്റെ വിതരണം പുനരാരംഭിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 5 മുതലാണ് ഉണ്ണിയപ്പത്തിന്റെ വിതരണം തുടങ്ങിയത്. വിതരണത്തിന് പോലീസ് സംരക്ഷണം നൽകാനും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. കേസിൽ അന്തിമ വിധി ഉണ്ടാകും വരെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച വിലയ്ക്ക് ഉണ്ണിയപ്പം വിൽക്കാം. 10 ഉണ്ണിയപ്പം അടങ്ങിയ പാക്കറ്റിന് 35 രൂപയാണ് വില. നേരത്തെ 20 രൂപയായിരുന്നു വില. ദേവസ്വം ബോർഡ് വില വർധന കൊട്ടാരക്കര മുനിസിപ്പൽ കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ ഹൈക്കോടതി റദ്ദാക്കി. വരും ദിവസങ്ങളിൽ കേസിൽ വാദം തുടരും. ഉണ്ണിയപ്പത്തിന്റെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡിൽ നിന്ന് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 26-ന് ശേഷം ഉണ്ണിയപ്പം വിതരണം നടന്നിട്ടില്ല. വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൌണ്ടർ ഉപരോധം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓർമ്മക്കുറവ് മൂലം പുനലൂർ പട്ടണത്തിൽ അരഞ്ഞു നടന്ന വൃദ്ധന് യുവാക്കളും പോലീസും തുണയായി. പുനലൂർ സ്വദേശി പ്രേം ധന്യാലയത്തിന്റെ നേതൃത്വത്തിൽ യുവാക്കളും പോലീസും ചേർന്നാണ് കടയ്ക്കൽ സ്വദേശി തങ്കപ്പൻ നായരെ വീട്ടിലെത്തിച്ചത്. കടയ്ക്കൽ സ്വദേശി തങ്കപ്പൻ നായർക്കാണ് പുനലൂർ പോലീസ് തുണയായത്. 3 ദിവസമായി വയോധികൻ പുനലൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് വയോധികനെ വീട്ടിലെത്തിച്ചത്. 3 ദിവസം മുൻപ് സുഹൃത്തുക്കളെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു തങ്കപ്പൻപിള്ളയെന്ന് വീട്ടുകാർ പറഞ്ഞു. ഓർമ്മക്കുറവുള്ളതിനാൽ തങ്കപ്പൻപിള്ളയ്ക്ക് വഴിതെറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വികലാംഗ യുവതിക്ക് അയൽവാസിയുടെ മാനസിക പീഡനമെന്ന് പരാതി. കുടിവെള്ളം പോലും മുട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നു. പ്രായമായ ഒരു അമ്മ മാത്രമേ എനിക്കുള്ളൂ. പുള്ളി എന്നെ പല കാരണങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അതിനുശേഷം ഞാനൊരു പ്രശ്നത്തിന് പോണ്ട, കുടിവെള്ളം മുടക്കിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രശ്നത്തിന് പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു ഓസ് മേടിച്ച് അതിൻ്റെ ഇപ്പുറത്ത് കൊടുത്തു. പുള്ളി പോലീസുകാരെ വരത്തി എന്നെ നിരന്തരം എന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. എനിക്ക് വെള്ളം കോരിക്കൊണ്ട് കയറിപ്പോകാൻ ഒരു വഴി എനിക്ക് കാലില്ലാത്തതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പുള്ളിയുടെ വണ്ടി വരുമ്പോൾ ഒരു കാരണവശാലും വണ്ടിയിൽ ഓസ് തട്ടത്തില്ല. പക്ഷേ പുള്ളി ആ ഓസ് മാറ്റി കൊടുത്തേ പറ്റത്തോളം എന്ന് പറഞ്ഞ് SP ലെവലിൽ വരെ പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞ് എന്നെ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുക. എനിക്കൊരു തരത്തിലും എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ വയ്യ. എനിക്ക് പേടിച്ചിട്ട്
ഞാൻ വെളിയിൽ പോലും ഇറങ്ങുന്നില്ല ഭീഷണി കാരണം. പുള്ളി പണവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഒരു മാസത്തോളം കൊണ്ട് എന്നെ ആ പ്രദേശത്ത് അവരുടെ വിട്ടുവിട്ടൊക്കെ നിന്ന് എന്നെ വായിൽ വരുന്ന അസഭ്യ വാക്കുകളും എന്നെ പട്ടിയെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. ഞാൻ പേടിച്ച് എനിക്കൊന്നും പട്ടി വരുമ്പോൾ എനിക്കൊന്നും ഓടിപ്പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ എനിക്ക് കാലി ചെയ്യാത്തവളാണ് ഞാൻ. എനിക്ക് എൻ്റെ പരാതി എനിക്ക് അതിൻ്റെ ഇടമൺ 34 സ്ത്രീ പുനർദത്തിൽ ദീപ്തിക്കാണ് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നത്. കുടുംബ വീട്ടിൽ നിന്ന് ഓസിട്ട് ഭൂമിക്കടിയിലൂടെ ഇവിടേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നു. എന്നാൽ ഈ ഓസുകൾ അയൽവാസി മുറിച്ചുമാറ്റി കുടിവെള്ളം നിഷേധിച്ചു. തുടർന്ന് മരത്തിന് മുകളിലൂടെ ഓസിട്ടാണ് ഇപ്പോൾ വെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ ഇതും മുറിച്ചു കളയുമെന്നാണ് ഭീഷണി. അയൽവാസിയുടെ ദ്രോഹങ്ങൾ മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഈ കുടുംബം. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ വന്ന് കാണുകയും ഈ പരാതി പറയുകയും ചെയ്തപ്പോൾ ഞങ്ങൾ നിരവധി തവണ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള 2 കൂട്ടരെ ഇരുത്തി സംസാരിച്ച് സെപ്പറേറ്റൊക്കെ സംസാരിച്ച് നിന്നയാണ്. ഇത് കേസായതിനു ശേഷം ഇതെല്ലാം ഈ സർക്കിൾ ഇൻസ്പെക്ടറെ ഒന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഈ 70 വയസ്സ് പ്രായമുള്ള ഈ അമ്മയും വികലാംഗയായ ഈ പെൺകുട്ടിയെയും കൂട്ടി ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സർക്കിൾ ഓഫീസിൽ പോവുകയും അവിടെ 1 മണിക്കൂറോളം ഈ ഇൻസ്പെക്ടർ വളരെ വളരെ അപമര്യാദയായ രീതിയിൽ അവരെ നിർത്തി ഒന്നിരിക്കാൻ പോലും പറയാതെ ഞങ്ങളുടെ സ്ഥാനത്ത് വെച്ച് വളരെ അപമര്യാദയായ ഏകപക്ഷീയമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏകപക്ഷീയമായ നിലപാടുകളാണ് ഉണ്ടാകുന്നത്. അതിൽ ഉള്ള പ്രതിഷേധം പലതവണ ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്. മേലിലും ഈ രീതിയിലാണ് ഒരു തർക്കം വരുമ്പോൾ ഒരു കക്ഷിയുടെ ഭാഗം ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ പ്രത്യക്ഷമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. അഞ്ചൽ ചോരനാട് നടുക്കുന്നമ്പുറത്തെ വയലിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടിയ പാമ്പിനെ തെന്മല ഉൾവനത്തിൽ വിട്ടു. വയലിന് സമീപത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗവും പാമ്പ് പിടുത്തക്കാരനുമായ ഹേമന്ത് എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. 3 അടിയോളം നീളമുള്ള ആൺ മൂർഖൻ പാമ്പാണ് ഇതെന്നും 2.5 വയസ്സോളം പ്രായമുണ്ടെന്നും ഹേമന്ത് അറിയിച്ചു. അഞ്ചൽ റേഞ്ച് ഓഫീസിൽ എത്തിച്ച പാമ്പിനെ വെറ്റിനറി സർജൻ പരിശോധിച്ച ശേഷം തെന്മല ഉൾവനത്തിൽ തുറന്നുവിട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്തിലെ വിവിധ ബാലവേദി യൂണിറ്റിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബാലവേദി പ്രവർത്തകരുടെ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, വളർന്നുവരുന്ന തലമുറയിൽ ദേശസ്നേഹവും ജനാധിപത്യബോധവും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ ബാലവേദി വർണ്ണോത്സവം സംഘടിപ്പിച്ചു. വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയലുണ്ടായിരുന്നിടത്തല്ലെങ്കിൽ കണ്ടം അല്ലെങ്കിൽ വയലേലകൾ കിടന്നിരുന്ന സ്ഥലത്ത് അവിടെയെല്ലാം 6 മാസക്കാലം കുറഞ്ഞ തോന്നുമെല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. അങ്ങനെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത കിണറുകളിലെല്ലാം കൂട്ടുണ്ടാകും, ശുദ്ധജലം കിട്ടും, തോടുകളിൽ വെള്ളമുണ്ട്, ആറുകളിൽ വെള്ളമുണ്ട്, നല്ല വെള്ളം കിട്ടുമായിരുന്നു. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിക്ക് കുഴപ്പം വരുത്തിയത്, വെള്ളം കിട്ടാതാക്കിയത്, ഊറ്റില്ലാതാക്കിയത്? കിണറുകളെല്ലാം നികത്തിയതാരാ? കുളങ്ങൾ നികത്തിയതാരാ? വയലുകൾ നികത്തിയതാരാ? ആരാ?
മനുഷ്യൻ. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ബാലവേദി കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VY വർഗീസ് അധ്യക്ഷനായി. ബാലവേദി ഈസ്റ്റ് മേഖലാ സംഘാടക സമിതി കൺവീനർ അരുൺ ചന്ദ്രശേഖർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലെനു ജമാൽ, ബാലവേദി മണ്ഡലം ചെയർമാൻ M സജാദ്, N സതീഷ്, S ഷീല, ഡോക്ടർ ഭുവനേന്ദ്രൻ നായർ, അനീഷ് K ഐലറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂരിൽ കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതിയിലേക്ക് വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. 100 കണക്കിന് ഗുണഭോക്താക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇന്ത്യൻ ബാങ്ക് മാനേജർ പത്മകുമാർ വായ്പകളെ സംബന്ധിച്ച് വിശദീകരിച്ചു. വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ 3.5 ലക്ഷം 2 ലക്ഷം രൂപയാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് സ്കീമിലുള്ളത്. പക്ഷെ നമ്മുടെ കേരള സർക്കാർ ലൈഫ് സ്കീമിൽ കൂടെ ഇത് മെർജ് ചെയ്തിട്ട് 1 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ ഇപ്പൊ 3.5 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. ഇപ്പൊ അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസ കൂടെ വെച്ചിട്ട് ഒരു ചെറിയ അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളതാണ് ആ സ്കീം ഉദ്ദേശിക്കുന്നത്. 6 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ സംബന്ധിച്ച് യോഗത്തിൽ മാനേജർ വിശദീകരിച്ചു. സബ്സിഡികളെ സംബന്ധിച്ചും യോഗത്തിൽ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. ആയോധന പരിശീലനങ്ങളുമായി കളരികൾ സജീവമായി. യോദ്ധാക്കളെ കാത്ത് പടനിലം ഒരുങ്ങി. യുദ്ധസ്മരണകൾ ഉണർത്തി പ്രസിദ്ധമായ ഓച്ചറക്കളിക്ക് തുടക്കമായി. മെയ്വഴക്കവും ആയോധന തികവും കൊണ്ട് പടനിലത്തെ പടക്കളമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓണാട്ടുകരയിലെ കളരികൾ. 15, 16 തീയതികളിലായാണ് ഓച്ചിറ പടനിലത്തിൽ ഓച്ചിറക്കളി നടത്തപ്പെടുന്നത്. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ 52 കരകളിലായി 250ഓളം കളരി സംഘങ്ങളാണ് വ്രതാനുഷ്ഠാനങ്ങളോടെയുള്ള പരിശീലനം നടത്തുന്നത്. പഴയ ഓണാട്ടുകര പ്രദേശം ഉൾപ്പെട്ടിരുന്ന കായംകുളം രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണാട്ട് രാജാവ് ശ്രമിച്ചിരുന്നു. എന്നാൽ വേണാട് സൈന്യത്തെ നേരിടാൻ ഓണാട്ടുകരയിലെ മുഴുവൻ ജനങ്ങളും കായംകുളം രാജാവിന്റെ സൈന്യത്തോടൊപ്പം ചേർന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലത്തായാണ് യുദ്ധം നടന്നതെന്നാണ് വിശ്വാസം. ഓണാട്ടുകരയിലെ ഈ ധീരയോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായാണ് ഓച്ചറക്കളി നടത്തുന്നത്. 1 മാസം നീളുന്ന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പരിശീലനം. ദിവസവും രാവിലെയും വൈകിട്ടുമാണ് പരിശീലനം. വടിയും വാളും പരിചയമാണ് ആയുധങ്ങൾ. 18 അടവുകളും 12 ചുവടുകളുമാണ് പരിശീലിപ്പിക്കുന്നത്. 3 വയസ്സുള്ളവർ മുതൽ വാർദ്ധക്യമായവർ വരെ പടനിലത്തിൽ യോദ്ധാക്കളായി ഉണ്ടാകും. 14 വൈകിട്ട് ആചാരാനുഷ്ഠാനങ്ങളോടെ പരിശീലനം അവസാനിക്കും. അത് ഓച്ചിറ പടനിലം എന്ന് പറഞ്ഞത് കായംകുളം രാജാവ് ഇവിടെ അദ്ദേഹത്തിന്റെ പടനായകന്മാരെയും അതുപോലെ അവരുടെ സൈന്യങ്ങളെയും ഒക്കെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയും മാവേലിക്കരയിൽ നടന്നതുപോലെ തന്നെ ഈ രാജകുടുംബം ഇവിടെ ഈ ആയോധന കലകൾ അഭ്യസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഓരോ വർഷവും ഇങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഓച്ചിറക്കളി എന്ന് പറഞ്ഞത് മിഥുനമാസം 1-ാം തീയതിയും 2-ാം തീയതിയും. 1000-ലധികം യോദ്ധാക്കളാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത്. പോരാട്ടം മുറുകുന്നതോടെ പടനിലം രണാങ്കണമാകും. ഓച്ചിറക്കളി കാണാൻ ആയിരങ്ങളാണ് പടനിലത്തേക്ക് ഒഴുകിയെത്തുന്നത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 11 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2017-18 സാമ്പത്തിക വർഷത്തെ 11,08,28,000 രൂപയുടെ പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചത്. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ 84,90,300 രൂപയുടെയും ഉൽപാദന മേഖലയിൽ 2,17,72,900 രൂപയുടെയും സേവന മേഖലയിൽ 2,67,79,300 രൂപയുടെയും പദ്ധതികൾക്കാണ് അംഗീകാരം. അഞ്ചൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നവീകരണത്തിന് 1.5 കോടി രൂപയാണ് അഞ്ചൽ, ഏരൂർ, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കാർഷിക സംഘങ്ങൾക്ക് സബ്സിഡിയായി 36 ലക്ഷം രൂപയും ക്ഷീരകർഷകർക്ക് പാൽ സബ്സിഡിയായി 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ മേഖലയിൽ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ഗ്യാസ് കൊണ്ട് പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപയും വകയിരുത്തി. ഭിന്നശേഷിക്കാർക്കായി 53 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളും വയോജനങ്ങൾക്കായി 50 ലക്ഷം രൂപയുടെ പദ്ധതികളും അംഗീകാരം നേടിയവയുടെ ഇടയിൽപ്പെടുന്നു. പട്ടികജാതി മേഖലയിൽ കുടിവെള്ള പദ്ധതിക്കായി 43,71,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും ലഘുഭക്ഷണത്തിനുമായി 48,80,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലൈവ് വാർത്ത, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഭർതൃഗൃഹത്തിൽ ഭാര്യയെ ഭർത്താവ് ആസിഡ് ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചതായി പരാതി. പിറവന്തൂർ സ്വദേശിനിക്കാണ് പൊള്ളലേറ്റത്. വികലാംഗ യുവതിക്ക് അയൽവാസിയുടെ മാനസിക പീഡനം. കുടിവെള്ളം പോലും മുട്ടിക്കുമെന്ന് ഭീഷണി. യുദ്ധസ്മരണകൾ ഉണർത്തി പ്രസിദ്ധമായ ഓച്ചിറക്കളിക്ക് തുടക്കം. യോദ്ധാക്കളെ കാത്ത് പടനിലങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.